ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോണത് മാലിദ്വീപിലെ വില്ലിംഗ്ലി ഐലൻഡിലോട്ടാണ്. അപ്പോൾ നമ്മൾ സ്നോക്കലിംഗ് ചെയ്യാനായിട്ടാണ് പോണത്. നമ്മളിപ്പോൾ ഉള്ളത് മാല ഐലൻഡിലാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് വില്ലിംഗ്ലി ഐലൻഡിലോട്ട് പോകണമെങ്കിൽ ഫെറി സർവീസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫെറിയിലെത്തി അവിടുന്ന് 2 ടിക്കറ്റ് എടുത്തു. ബോട്ട് വന്നിട്ടുണ്ട്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് വില്ലിംഗ്ലിയിലോട്ട് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഉണ്ട് ബോട്ടിൽ യാത്ര. നമ്മൾ വില്ലിംഗ്ലിയിലോട്ട് പോണത് അവിടെ സ്നോക്കലിംഗ് ചെയ്യാനായിട്ടാണ്. നമ്മുടെ മാല ഐലൻഡിൽ സ്നോക്കലിങ്ങിനായിട്ട് ഒരു നല്ല സ്പോട്ടില്ല. വില്ലിംഗ്ലി സ്നോക്കലിങ്ങിന്റെ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ അതാണ് അങ്ങോട്ടേക്ക് പോണത്. പോണ വഴിയെ നമുക്ക് ഒരുപാട് ബോട്ടുകളൊക്കെ കാണാം. സ്പീഡ് ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങ് ദൂരെ സബ്മറൈനും നമുക്ക് കാണാം. നല്ല വെയിലുണ്ട്, നല്ല ചൂടുമാണ്. വില്ലിംഗ്ലി ഐലൻഡ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. വില്ലിംഗ്ലി കാണാൻ തന്നെ നല്ലൊരു ഐലൻഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണിത്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന ബോട്ട്. നമ്മൾ വന്നിറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഒരു ബോർഡാണ്. വില്ലിംഗ്ലി ബഗ്ഗി റൂട്ട്സ് ആണ് ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ 2 വീലേഴ്സ് എല്ലാം ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് വരുന്നതും പോണതും ഒന്നും അറിയില്ല, ശബ്ദമൊന്നും കേൾക്കില്ല. ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അതാണ് ഈ റോഡൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് വില്ലിംഗ്ലി മോസ്ക്. മാൽദീവ്സിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ് മാല ഐലൻഡ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ വളരെ പോപ്പുലേറ്റഡ് ആണ്. ഭയങ്കര ക്രൗഡായിട്ട് ബിസി ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. അതേസമയം വില്ലിംഗ്ലി എന്ന് പറയുന്നത് നമുക്കൊരു വില്ലേജ് മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഐലൻഡാണ്. വളരെ പീസ് ആൻഡ് കാം ആയിട്ടുള്ള വളരെ നല്ലൊരു ഐലൻഡാണിത്. പിന്നെ പോണ വഴിയെ നമ്മൾ മക്കാവോ പാരറ്റിനെ കണ്ടു. അപ്പോൾ ഇവിടെയുള്ളവർ കൂടുതലും പെറ്റാക്കുന്നത് പൂച്ച അല്ലെങ്കിൽ തത്തയൊക്കെയാണ്. ഇതുപോലത്തെ മക്കാവോനൊക്കെയാണ്. അപ്പോൾ 2 മക്കാവോനെ നമ്മൾ കണ്ടു. നമ്മൾ വില്ലിംഗ്ലി ബീച്ച് എത്തി. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിള്ളേരെയൊക്കെ പാരൻസ് സ്നോക്കലിംഗ് കൊണ്ടുവരുന്നത്, നീന്താനൊക്കെ പഠിപ്പിക്കാനൊക്കെ കൊണ്ടുവരുന്ന ഒരു ടൈമാണിത്. അതിനിപ്പുറത്തായിട്ടൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗൊക്കെ ഇതേ ഇവിടെ വെച്ചു ഈ മരത്തിൻ്റെ അടുത്ത്. ഈ കാണുന്ന ഫ്രൂട്ടാണ് സ്കുറുപ്പൈന എന്ന് പറയുന്നത്. ഇവിടെ ട്രോപ്പിക്കൽ ഐലൻഡ്സിലൊക്കെ മിക്കവാറും കാണപ്പെടുന്ന ഒരു മരമാണിത്. അതിനുശേഷം സ്നോക്കൽ ചെയ്യാനായിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങി. സ്നോക്കലിംഗ് വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. 1 അവറോളം നമ്മൾ സ്നോക്കൽ ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ചു കയറി. അതിനുശേഷം ഒരു ചായയൊക്കെ വാങ്ങി ബീച്ച് ബ്യൂട്ടി കാണാനായിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇനി സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ വില്ലിംഗ്ലി സൺസെറ്റ് കാണാൻ. സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് കിട്ടിയൊരു കോറലാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ വില്ലിംഗ്ലി ബീച്ചിൽ ഒരുപാട് വാട്ടർ സ്പോർട്സ് വരെ നടത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് കയാക്കിംഗ് കാണാം. ജെറ്റ് സ്കീം കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു. വീണ്ടും ബീച്ചിൽ നിന്ന് നമ്മൾ ഫെറിയുടെ അടുത്തോട്ട് പോവുകയാണ്. നമ്മുടെ ഐലൻഡിലോട്ട് നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് കേട്ടോ. ഈ സൈഡിൽ ഒരുപാട് ഫിഷിംഗ് ബോട്ടുകളും സ്പീഡ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. തിരിച്ച് നമ്മൾ വീണ്ടും ഫെറിയിലെത്തി. അപ്പം നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ബോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. അങ്ങനെ നമ്മൾ വില്ലിംഗ്ലി ഐലൻഡിന്റെ ടാറ്റ പറഞ്ഞ് നമ്മുടെ മാല ഐലൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.